ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹിതപ്പെടുമാറാകട്ടെ. പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ 3 വിധത്തിലുള്ളതായ രക്ഷയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, കർത്താവിൻ്റെ ശ്രുതി കേട്ട് യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കേട്ടറിഞ്ഞ് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ യേശുവിൻ്റെ പുറകെ വന്നു. അവൻ പോയിടത്തൊക്കെ അനുഗമിച്ചു. രോഗികളെ അവൻ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അനേകർക്ക് രക്ഷയുടെ സുവിശേഷം, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അവരുടെ മുൻപിൽ വിളമ്പുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് രക്ഷയുടെ പടികളെക്കുറിച്ച് പറയുമ്പോൾ, സുവിശേഷത്തിൻ്റെ വിധയെക്കുറിച്ച് പറയുമ്പോൾ 3 വിധത്തിലുള്ള ജനങ്ങളെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം മുതൽ ആ രക്ഷയുടെ പാതയെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ കർത്താവ് ഒരു ഉപമ പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിങ്ങനെ വായിക്കുന്നു: ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി. എ ഗ്രേറ്റ് സപ്പർ. സാധാരണ അത്താഴമല്ല, ഒരു വലിയ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അവർണ്ണനീയമായ മഹാസമ്മേളനം പോലെ, മഹായോഗം പോലെ, തദ്ദേശീയരും വിദേശീയരും സ്വദേശികളും ഒക്കെ കൂടുന്നതായ ഒരു മഹായോഗം പോലെയുള്ളതായ ഒരു അത്താഴവിരുന്ന്. പലരെ കർത്താവ് ക്ഷണിച്ചു. അത്താഴത്തിന് സമയമായപ്പോൾ ആ കഥ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്: പലരും അതിനേക്കാൾ മേന്മയായി പല ബിസിനസ്സിനെ ലാഭകരമെന്ന് കണ്ട്, സൗകര്യമെന്ന് കണ്ട്, സുഖകരമെന്ന് കണ്ട് ഈ അത്താഴത്തിൽ പങ്കെടുത്തില്ല. ഒഴികഴിവ് പറഞ്ഞ് മാറിപ്പോയി. എങ്കിലും യജമാനൻ അത്താഴത്തെ വേണ്ട എന്ന് വെച്ചില്ല. ക്ഷണിച്ചവർ വന്നില്ല എന്നുകൊണ്ട് അത്താഴം മുടക്കിക്കളഞ്ഞില്ല. അത്താഴം തക്ക സമയത്ത് നടത്തുവാൻ യജമാനൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് കർത്താവ് വിവരിക്കുന്നത്. തൻ്റെ ദാസന്മാരോട് യജമാനൻ പറയുകയാണ് 21-ാം വാക്യത്തിൽ: നിങ്ങൾ വേഗം പട്ടണത്തിലേക്ക് ചെന്ന് വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, കൂട്ടിക്കൊണ്ടുവന്നതായ ചില ജീവിതങ്ങൾ. ആദ്യത്തെ വിഭാഗക്കാർ കർത്താവിൻ്റെ ആ ക്ഷണനത്തെ, അല്ലെങ്കിൽ യജമാനൻ്റെ ക്ഷണനത്തെ തിരസ്കരിച്ചവർ, വേണ്ട എന്ന് വെച്ചതല്ല, അതിനേക്കാട്ടിൽ ലാഭകരമായ പല കാര്യങ്ങളും അവർ കണ്ടു, അതിലേക്ക് തിരിഞ്ഞു. എന്നാൽ വേറെ ചിലർ സ്വതവേ കടന്നു വരുവാൻ കഴിവില്ലാത്തവരാണ്, അംഗഹീനരാണ്, ബുദ്ധിഹീനരാണ്, അവർ ദരിദ്രരാണ്, വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം പല സംഗതികൾ ഏർപ്പാട് ചെയ്തു. ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് രക്ഷയുടെ പാതയിലേക്ക്, സുവിശേഷത്തിൻ്റെ മാർഗത്തിലേക്ക്, നിത്യജീവൻ്റെ പാതയിലേക്ക്, ഈ വലിയ വിരുന്നിലേക്ക്, അത്താഴത്തിലേക്ക് യോഗ്യരല്ലാത്ത അനേകരെ കർത്താവ് പല സൗകര്യങ്ങൾ ചെയ്ത് അവിടെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമതൊരു വിഭാഗത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു. അത് 23-ാം വാക്യം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാനുള്ളത്. യജമാനൻ ദാസനോട്: നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. ചിലരെ ദൈവം ചില സൗകര്യങ്ങൾ കൊടുത്ത് അവരുടെ ബലഹീനത അറിഞ്ഞ്, അവരുടെ ദാരിദ്ര്യം അറിഞ്ഞ്, അവരുടെ അവസ്ഥ അറിഞ്ഞ് ചില സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് അവർക്ക് യോജ്യമെന്ന് തോന്നുന്നതായ രീതിയിൽ സൗകര്യത്തോടെ വിരുന്നിന് കടന്നു വരുവാൻ ദൈവം കൊടുക്കുന്നതായ ചില മുഖാന്തരങ്ങൾ, സൗകര്യങ്ങൾ, സഹായങ്ങൾ. ആ സഹായത്തിൻ്റെ ഹസ്തം അവിടെ നീട്ടുന്നു. എന്നാൽ ഇവിടെ 2 സ്ഥലങ്ങളിൽ ദൈവത്തിന് മനുഷ്യനെ നിർബന്ധിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടവരെ, സ്വർഗരാജ്യം കണ്ട ചില വ്യക്തികളെ ഈ വിരുന്നിൽ പങ്കെടുക്കുവാൻ, ഈ സ്വർഗരാജ്യത്തിൻ്റെ ആ അംശികളാകുവാൻ, നിത്യജീവൻ്റെ അവകാശികളാകുവാൻ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആ സ്വതന്ത്രന്മാരാകുവാൻ ചില ജീവിതങ്ങളെ കർത്താവ് നിർബന്ധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു: ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ നിർബന്ധം ചില വ്യക്തികളിൽ കടന്നു വരുമ്പോൾ ചില വേദനകൾ ഉണ്ടാകും, ചില പ്രയാസങ്ങൾ ഉണ്ടാകും. കർത്താവിൻ്റെ വചനം പറയുന്നത് ആ യജമാനൻ ദാസന്മാരെ പറഞ്ഞയക്കുന്നതായ 2 സ്ഥാനങ്ങൾ. ഒന്ന്, പെരുവഴികൾ, സൂപ്പർ ഹൈവേ. ആ ഹൈവേയിൽ എന്തൊക്കെയോ പ്രതീക്ഷയോടുകൂടി അഭിമാനത്തോടെ നിൽക്കുന്നവർ. അവർ അംഗഹീനരല്ല, ബലഹീനരല്ല,
സമ്പന്നന്മാരാകാം, അവർ യോഗ്യന്മാരാകാം. പക്ഷെങ്കിൽ അവർ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഒരുവൻ വരും. പല വാഹനങ്ങളും അവിടെ വേഗതയോടെ പാസ് ചെയ്യുന്നുണ്ട്, ആരെയും കാണാതെ. പല അപകടങ്ങൾ നടന്നിരുന്നാലും സൂപ്പർ ഹൈവേയിൽ കൂടെ സഞ്ചരിക്കുന്നവർ ആർക്കും ചെവി കൊടുക്കത്തില്ല. ധൃതി പിടിച്ച് വേഗതയേറിയ വാഹനത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്നവർ ആരും നോക്കാതെ റോഡിൻ്റെ അരികിൽ ആരെയോ പ്രതീക്ഷിച്ച് പുറപുറത്തും കൊണ്ട് ചില വ്യക്തി ജീവിതങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അവരെ സാധാരണ രീതിയിൽ വിളിച്ചാൽ നിങ്ങൾ വിളിച്ചാൽ വരികയില്ല. അവരെ നിർബന്ധിക്കേണ്ടതായിട്ടുണ്ട്. വേറെ ചില വ്യക്തികൾ വേലികൾക്കരികെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കെട്ടിയിട്ടുള്ളതായ അതിരുകൾ. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ശമരിയക്കാരി സ്ത്രീയുടെ അടുത്ത് പോകുമ്പോൾ ശമരിയരും യഹൂദന്മാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവർ ശത്രുക്കളാണ്. അവരുടെ ആഹാരത്തിന്, സംസാരത്തിന്, ഭാഷയ്ക്ക്, അവരുടെ ആരാധനയ്ക്ക്, അവരുടെ സംസ്കാരത്തിന്, എല്ലാത്തിനും വ്യത്യസ്തമുള്ളവരാണ്. എങ്കിലും രക്ഷ അവരിലേക്ക് കടന്നു ചെല്ലപ്പോൾ, അതിന് സമയമായപ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, യേശു ശമരിയയിൽ കൂടെ പോകേണ്ടി വന്നു. യേശുവിന് പോകേണ്ടി വന്നതായ ചില സമയങ്ങൾ കാണും. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ നിത്യജീവന്റെ വേരുകൾ, നിത്യജീവന്റെ കിണറുകൾ അവിടെ കുഴിക്കപ്പെടേണ്ടതിന്, അവിടെ ഉറവുകൾ തുറക്കപ്പെടേണ്ടതിന് യേശുവിന് അവിടെ പോകേണ്ടി വന്നു. ചില ജീവിതങ്ങളെ കർത്താവ് അവിടെ നിർബന്ധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ യേശു ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ക്ഷണനം വേലികൾക്കരികെ കൊണ്ടുവന്നു. എന്താണ് ഈ വേലികൾ? മനുഷ്യൻ നിനക്ക് ചുറ്റും കെട്ടിയിരിക്കുന്നതായ വേലികൾ. നിനക്ക് മുമ്പിൽ തൊടരുത്, അല്ലെങ്കിൽ മിണ്ടരുത്, നീ എഴുന്നേൽക്കരുത്, നീ പറയരുത്, നീ പ്രവേശിക്കരുത്, നീ ഉൾപ്പെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അയോഗ്യത കൽപ്പിച്ചും കൊണ്ട് പുറത്താക്കി നിനക്ക് ചുറ്റും നിനക്ക് മുൻപിൽ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നതായ അവസ്ഥ. ആ വേലിക്കരികിൽ നിന്ന് വേദനിക്കുന്നതായ ചില ജീവിതങ്ങളെ അവർ സാധാരണ രീതിയിൽ ക്ഷണിച്ചാൽ വരില്ല, ഒരു പ്രാവശ്യം പറഞ്ഞാൽ വരില്ല. ദൈവത്തിൻ്റെ വചനം, കർത്താവ് പറയുന്ന വാക്ക് നോക്കൂ, അവരെ ഈ വിരുന്നിന് വേണ്ടി നിർബന്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സുവിശേഷം ചില ജീവിതങ്ങളിൽ കടന്നു ചെല്ലുവാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ദർശിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ജീവിതങ്ങൾ ആ അല്ലെങ്കിൽ ആ വിരുന്നിൽ പങ്കെടുക്കുന്നിടം വരെയും നിർബന്ധം അവൻ്റെ മേലും അവൻ്റെ തലമുറകളിലും മേലും ചെലുത്തിക്കൊണ്ടിരിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ചില നിർബന്ധങ്ങൾക്ക് നമ്മെ വിധേയരാക്കും. പറിച്ചെടുത്ത് കൊണ്ടുവരിക, വേർപെടുത്തിക്കൊണ്ടുവരിക. യജമാനൻ ദാസന്മാരോട് പറയുന്നത്, നിങ്ങൾ വേലിക്കരികെ നിൽക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അവർ വേദനിച്ചുകൊണ്ട്, അവരെ അംഗീകരിക്കുന്നവരില്ല, അവരെ എല്ലാവരും തിരസ്കരിക്കുകയാണ്. അവരെ കണ്ടുകൊണ്ട് ഒരു വാഹനവും അവിടെ നിർത്തുന്നില്ല. പക്ഷെങ്കിൽ അവർ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നു. അവർക്ക് ആരിലും വിശ്വാസമില്ല. അവർ കുറ്റവരും ഉടയവരും അവർക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ ചേർന്നാണ് അവർക്ക് ചില വേലികൾ കൽപ്പിച്ചുകൊണ്ട് അവർക്ക് മുൻപിൽ വേലി കെട്ടി, അതിരുകെട്ടി അവരെ വേർതിരിച്ചത്. അവർ അതുകൊണ്ട് ആരെയും വിശ്വസിക്കത്തില്ല. എന്നാൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് ഈ മഹാവിരുന്നിനെ കുറിച്ചുള്ളതായ സുവിശേഷം അവരോട് പ്രസംഗിച്ച് ഇതിനു വേണ്ടി വരുവാൻ നിർബന്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. ചില നിർബന്ധം ചെലുത്തി ചില ജീവിതങ്ങളെ ദൈവം തൻ്റെ പാതയിലേക്ക് കൊണ്ടുവരും, ചില രക്ഷയിലേക്ക് കൊണ്ടുവരും. അവരെ കുടുംബത്തോടെ, അവരുടെ തലമുറകളിന്മേൽ, അവരുടെ കുഞ്ഞുങ്ങളിന്മേൽ, അവരുടെ വ്യക്തികളിന്മേൽ, അവരുടെ സഹോദരങ്ങളുടെ മേൽ ദൈവം നിർബന്ധം ചെലുത്തും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ അതറിയാം? ദൈവം കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ ആത്മാവ് സുവിശേഷം അവൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അത് ചില നിർബന്ധം അവൻ്റെ ജീവിതത്തിൽ ചെലുത്തുന്നതായിട്ട് അവൻ്റെ ആത്മാവ് അവന് ത്വരിതപ്പെടുത്തിയതായ ഒരു സന്ദേശമായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നിർബന്ധത്തിന് വഴങ്ങി ചില ജീവിതങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും. കർത്താവ് അങ്ങനെയും ദൈവം കണ്ടിട്ടുള്ളവരെ, ദൈവം സ്നേഹിക്കുന്നവരെ തള്ളിക്കളയില്ല, നിർബന്ധിച്ച് സ്നേഹത്തിലേക്ക് കൊണ്ടുവരും. ഈ വിരുന്നിൽ പങ്കാളികളാകുവാൻ, ഈ നിത്യജീവന്റെ അവകാശികളാകുവാൻ, സ്വർഗരാജ്യത്തിന് അവരെ കൂടെ അംശികളാക്കുവാൻ വേണ്ടി സ്വർഗം അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിർബന്ധത്തിനും വിധേയമാക്കി അവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. അവരെ വീണ്ടെടുക്കും. അവരെ തള്ളിക്കളയുകയില്ല. അവരെ അനാഥരായി വിടുകയില്ല. മനുഷ്യന്റെ വേലികൾ കണ്ട് അവൻ ഭയപ്പെട്ടു നിൽക്കുകയാണെങ്കിലും ദൈവം ആ വേലികളെ ഒക്കെയും പൊളിച്ചെഴുതുന്നതായ ഒരു ദിവസം വരും. ഗോഡ് ബ്ലെസ് യു.